ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അതായത് അന്നാദ് ഭവന്തി ഭൂതാനി എന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാദ്, ആ പാഠത്തിൽ കൂടുതലും ഏത് വിഭക്തിയാണ് വരുന്നതെന്ന് പറഞ്ഞത്? പഞ്ചമി. അതുകൊണ്ട് അന്നാദ്, അന്നത്തിൽ നിന്ന്. പഞ്ചമിയുടെ പ്രത്യേകത എന്താണ്? അതിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥമാണ്. അപ്പം നമുക്ക് നോക്കാം, എവിടെ പഠിച്ചു? കസ്മാത് ആകാശാത് ഉത്പത്തി അഭവത്ത്. കസ്മാത്, ആകാശസ്യ ഉത്ഭവം. കസ്മാത് എവിടെ നിന്നാണ് വന്നത്? ബ്രഹ്മണഃ, അല്ലേ? ബ്രഹ്മത്തിൽ നിന്ന്. ബ്രഹ്മണഃ ആകാശസ്യ ഉത്പത്തി അഭവത്. അതുപോലെ അഗ്നേഹ കസ്യ ഉത്പത്തി അഭവത്. അഗ്നിയിൽ നിന്ന് എന്തിൻ്റെ ഉത്പത്തിയാണ് ഉണ്ടായത്? അഗ്നേഹ ജലസ്യ ഉത്പത്തി, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സൃഷ്ടിക്രമം, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ സൃഷ്ടിക്രമം ഏതാണെന്ന് നോക്കാം. ആദ്യം എന്താ? ബ്രഹ്മണഃ, പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്തു? ബ്രഹ്മ, അതിൽ നിന്ന് ആകാശം. ആകാശം കഴിഞ്ഞാൽ എന്താണ്? വായുഹു. പിന്നെ വായോഹോ, വായുവിൽ നിന്ന് എന്താണ്? അഗ്നിഹി. അഗ്നേഹി, അഗ്നിയിൽ നിന്ന് എന്താണ്? ജലം. ജലാത്ത്, ജലത്തിൽ നിന്ന് എന്താണ്? പൃഥ്വി. പിന്നെ പൃഥ്വിയിൽ നിന്നാണ് എന്ത്? പൃഥ്വിയാഹ പ്രാണിനഃ മനുഷ്യാഹ ച. ഇത്രയാണ് പഠിച്ചത്. അപ്പോൾ ടെക്സ്റ്റ് എടുത്തോളൂ, പേജ് നമ്പർ 97. പേജ് നമ്പർ 97 പുത്രി പറയുന്നതാണ്, അഹോ സത്യം അഹം വിസ്മൃതവതി ഏവ പൃഥ്വിയാഹ തു പ്രാണിനഃ മനുഷ്യാഹ ച ഉത്പന്നാഹ. അതുവരെയാണ് നമ്മൾ ക്ലാസ് എടുത്തത്. പൃഥ്വിയാഹ തു, പൃഥ്വിയാഹ ഏത് വിഭക്തിയാണ്? പഞ്ചമി. ആ പഞ്ചമി വരുമ്പോൾ ഷഷ്ടിയും ഇതുപോലെ വരുന്നു. പൃഥ്വിയാഹ, പൃഥ്വിയോഹോ, പൃഥ്വീനാം, അത് ഷഷ്ടി. പഞ്ചമി വന്നപ്പോൾ എന്താ? പൃഥ്വിയാഹ, പൃഥ്വിഭ്യാം, പൃഥ്വിഭ്യഃ ആണ്. പഞ്ചമി. പൃഥ്വിഭ്യമാണ്, പൃഥ്വിഭ്യമാണ്. പൃഥ്വിഭ്യാം, പൃഥ്വിഭ്യഃ. പൃഥ്വിഭ്യഃ, പൃഥ്വിയാഹ, പൃഥ്വിഭ്യാം, പൃഥ്വിഭ്യഃ. പൃഥ്വിയിൽ നിന്ന്, പൃഥ്വി എർത്ത്, ഭൂമി, ഭൂമിയിൽ നിന്ന്. അടുത്തത് ബാക്കി നോക്കിക്കോളൂ. അപ്പം മനുഷ്യാഹ വരെ ആയി, അല്ലേ? ആയി എന്നാണോ? മകൾ ചോദിക്കുക, മനുഷ്യ വരെ ആയോ? ഇല്ല. അതിനു മുമ്പ് എന്താണ്? നഹി നഹി, ആയില്ല. പൃഥ്വിയാഹ ഔഷധീനാം സസ്യാനാം വൃക്ഷാദീനാം ച ഉത്പത്തി അഭവത്. പൃഥ്വിയാഹ, പൃഥ്വിയിൽ നിന്ന്, ഫ്രം പഞ്ചമി. ഔഷധീനാം, ഔഷധികളുടെ, അവിടെ ഷഷ്ടി ബഹുവചനമാണ്. സസ്യാനാം, സസ്യങ്ങളുടെ. വൃക്ഷാദീനാം, വൃക്ഷങ്ങളുടെ. ച, ഇത്രയും ച ഉത്പത്തി അഭവത്. അപ്പോൾ പൃഥ്വിയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? ഔഷധി, സസ്യാഹ, വൃക്ഷാഹ, ഇത്രയും. അഹോ അത്ഭുതം. അപ്പോൾ പുത്രി വരാം, അഹോ അത്ഭുതം, അത്ഭുതമായിരിക്കുന്നു. മാത സസ്യേഭ്യഃ ആഹാരസ്യ ഉത്പത്തി അഭവത്. അവിടെ സസ്യേഭ്യഃ എന്നുള്ളത് പഞ്ചമി ബഹുവചനമാണ്. ഇവിടെ നമുക്ക് പിന്നെ പൃഥ്വിഭ്യഃ പോയതുപോലെ ഇത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഒരു മാറ്റം വന്നത്. അപ്പോൾ ഇവിടെ എന്തോന്നാണ്? സസ്യേഭ്യഃ. എങ്ങനെയാണ്? അത് ബഹുവചനമാണ്. അപ്പോൾ പ്രഥമ ഏകവചനം എങ്ങനെ വരും? പഞ്ചമി ഏകവചനം സസ്യാത്. സസ്യാത്, സസ്യാഭ്യാം, സസ്യേഭ്യഃ. സസ്യാത്, സസ്യാഭ്യാം, സസ്യേഭ്യഃ.
പിന്നെ വനമാണെങ്കിലും വനാത്ത് വനാഭ്യാം വനേഭ്യ അതുപോലെ വനാത് വനാഭ്യാം വനേഭ്യ അതുപോലെയാണ്. അപ്പോൾ ഇവിടെ സസ്യേഭ്യ സസ്യങ്ങളിൽ നിന്ന് ഫ്രം പ്ലാന്റ്സ് സസ്യങ്ങളിൽ നിന്ന് ആഹാരസ്യ ഉത്പത്തി. അപ്പോൾ സസ്യങ്ങളുണ്ടെങ്കിൽ സസ്യങ്ങളിൽ നിന്നല്ല നമുക്ക് ആഹാരം കിട്ടുന്നത്. അപ്പോൾ സസ്യേഭ്യ ആഹാരസ്യ ഉത്പത്തി അഭവത്. അത് കഴിഞ്ഞിട്ട് ആം ആഹാരസ്യ ഉത്പത്തേः പരം ഭൂമൗ സർവമപി ആഗതമേവ. ആഹാരസ്യ ഉത്പത്തേः പരം, ഉത്പത്തിക്ക് പരം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കഴിഞ്ഞിട്ട്, അതിൻ്റെ പരത്തിൻ്റെ ഓപ്പോസിറ്റ് പൂർവ്വം മുമ്പ്, പരം പിന്നീട്. ആഹാരസ്യ ഉത്പത്തേः പരം, ആഹാരസ്യ ഉത്പത്തി കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഭൂമൗ സർവമപി ആഗതമേവ. ഭൂമൗ ഭൂമിയിൽ, അതെന്താണ്? സപ്തമി ഏകവചനം. ഭൂമിയിൽ സർവം അപി, സർവം പ്ലസ് അപി, സർവം പ്ലസ് അപി എല്ലാം എന്ത് ചെയ്തു? ആഗതം ഏവ. അത് അപ്പോൾ സസ്യം ആഹാരം അല്ലേ? സസ്യം എന്ന് പറഞ്ഞാൽ ആഹാരമാണ്. അപ്പോൾ സസ്യത്തിൻ്റെ ഉത്പത്തി കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിലെല്ലാം ഉണ്ടായതെന്നാണ്. ആഹാരാത് കീടാഹ പ്രാണിനഃ മനുഷ്യാഃ ഉത്പന്നാ ഖലു അംബ. ആഹാരാത് പഞ്ചമി ഏകവചനം. ആഹാരാത് ആഹാരാഭ്യാം ആഹാരേഭ്യ. ആഹാരത്തെന്ത് കിട്ടി? കീടാഹ കീടങ്ങൾ. കീടൗ കീടാഹ. പ്രാണിനഃ പ്രാണിനൗ പ്രാണിനഃ പ്രാണികൾ. മനുഷ്യാഃ മനുഷ്യാഃ എല്ലാം ഉത്പന്നാഹ ഖലു ഉണ്ടായി അല്ലേ അമ്മേ എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് പേജ്. മാത അഹോ മമ പുത്രി ബഹു ചതുരാ അസ്തി. മമ ആവയോഹോ അസ്മാകം. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഷഷ്ടി ഏകവചനം. മമ പുത്രി എൻ്റെ പുത്രി ബഹു ചതുരാ അസ്തി. ചതുര എന്ന് പറഞ്ഞാൽ ക്ലവർ. അതിവിടെ ചതുരാ പറഞ്ഞത്. പുത്രി എന്നെന്താണ്? സ്ത്രീലിംഗമാണ്, ഫെമിനിൻ ജെൻഡറാണ്. അതുകൊണ്ടാണ് ചതുര. മാസ്കുലിൻ അല്ലെങ്കിൽ പുല്ലിംഗം ആയിരുന്നെങ്കിലോ ചതുര എന്നായാൽ. ഇവിടെ മമ പുത്രി ബഹു ചതുര അസ്തി. വലിയ ആണ്. അവിടെ അസ്ഥി എന്നുള്ളത് അസുധാതു ലട്ട് രസ്മൈവതി പ്രഥമ പുരുഷേകവൻ. അസ്ഥിസ്തഃ സന്തി. സത്യമുക്തവതി ഭവതി. സത്യമുക്തവതി. ഉക്തവതി എന്ന് പറഞ്ഞാൽ സത്യം തന്നെ, സത്യം തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഉക്തവതി എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. സ്ത്രീലിംഗമായതുകൊണ്ട് ഉക്തവതി എന്ന് പറയുന്നു. ഭവതി സത്യം ഉക്തവതി. ഭവതി സത്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അതിൻ്റെ പുല്ലിംഗമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഉക്തവാൻ. മനസ്സിലായില്ലേ? അപ്പോൾ പുത്രി പറ അമ്പ ഭവതി ഏതത് സർവം കഥം ജാനാതി. ഭവതി അമ്മ ഏതത് സർവം, ഏതത് എന്ന് പറഞ്ഞാൽ ഏതത് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. ഏതത് ഏതേ ഏതാനിയാണ് ബാക്കി രൂപങ്ങൾ. ഏതത് സർവം ഇതെല്ലാം കഥം ജാനാതി എങ്ങനെ മനസ്സിലാക്കുന്നു? കഥം എങ്ങനെ മനസ്സിലാക്കുന്നു? ഹൗ കഥം. അമ്മ അഹം ആധുനികം രസായനശാസ്ത്രം ഉപനിഷത് ഗ്രന്ഥാഞ്ച പഠിതവതി. അഹം ആധുനികം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് മോഡേൺ എന്നുള്ള അർത്ഥത്തിൽ. അഹം ആധുനികം രസായനശാസ്ത്രം അത് ആദ്യം വന്നവൻ പറഞ്ഞു കെമിസ്ട്രി. രസായനശാസ്ത്രം ഉപനിഷത് ഗ്രന്ഥങ്ങളെ ഗ്രന്ഥാൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനം. ഗ്രന്ഥങ്ങളെയും ആൻഡ് എന്നുള്ള. അപ്പം അഹം ആധുനിക രസായനശാസ്ത്രവും ഉപനിഷത് ഗ്രന്ഥങ്ങളും പഠിതവതി എന്ന് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പഠിതവതി എന്നുള്ളത് എന്താണ്? അവിടെ പാസ്റ്റ് ടെൻസ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം അതിൻ്റെ പുല്ലിംഗം എങ്ങനെ വരും? പഠിതവാൻ. മാത ആയതുകൊണ്ടാണ് പഠിതവതി. പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പുത്രി അഹോ അഹമപി ഉപനിഷദം പഠാമി അമ്പ. അഹമപി, അഹം പ്ലസ് അപി, ഞാനും. അപി എന്നുള്ളതൊരു അവ്യയമാണെന്ന് ഞാൻ 2-3 ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അഹമപി ഉപനിഷദം, ഉപനിഷദം എന്നുള്ളത് ദ്വിതീയ ഏകവചനം. ഉപനിഷദം പഠാമി അമ്പ, പഠിക്കുന്നു, ഞാനും പഠിക്കുന്നുണ്ട്. മാതാ സത്യം വത്സേ എന്നുള്ള സ്നേഹമായിട്ട് വിളിക്കുകയാണ്. അവശ്യം ഉപനിഷത് ഗ്രന്ഥാഹ പഠനീയാഹ, പഠിക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്, വായിച്ചിരിക്കണം എന്നുള്ളതാണ്. അവശ്യം എന്ന് തീർച്ചയായിട്ടും ഉപനിഷത് ഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കണം. യതഃ എന്തുകൊണ്ടാണ്?
അസ്മാകം ഭാരതസ്യ മൗലികം ജ്ഞാനം തേഷു നിഹിതമസ്തി. അസ്മാകം എന്ന് പറഞ്ഞാൽ ഭാരതസ്യ, അസ്മാകം നമ്മുടെ, മമ ആവയോഹോ അസ്മാകം, അസ്മാകം ഭാരതസ്യ മൗലികം ജ്ഞാനം. മൗലിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളുള്ള ജ്ഞാനം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജ്ഞാനം, മൗലിക ജ്ഞാനം തേഷു നിഹിതം. തേഷു കേഷു ഏതിൽ? ഉപനിഷത് ഗ്രന്ഥേഷു അല്ലേ, ഉപനിഷത് ഗ്രന്ഥങ്ങൾ. തേഷു എന്ന് പറഞ്ഞാൽ സപ്തമി ബഹുവചനം. തസ്മിൻ തയോഹോ തേഷു എന്നാണ്. തസ്മിൻ തയോഹോ തേഷു, തേഷു ബഹുവചനം. അപ്പോൾ തേഷു നിഹിതമസ്തി. കേഷു നിഹിതമസ്തി, ഏതിലാണ് നിഹിതമെന്ന് ഒളിച്ചു ഇരിപ്പുണ്ട്. ഏതിൽ? ഉപനിഷത് ഗ്രന്ഥേഷു, ഉപനിഷത് ഗ്രന്ഥങ്ങളിൽ നിഹിതമസ്തി, ഒളിച്ചിരിപ്പുണ്ട്. എന്താണ് ഒളിച്ചിരിക്കുന്നത്? കേഷു എന്താണ് പിന്നെ അതിന് നിഹിതമായിരിക്കുന്നത്? ഭാരതസ്യ മൗലികം ജ്ഞാനം, ഭാരതത്തിൻ്റെ മൗലികമായിട്ടുള്ള ജ്ഞാനം നിഹിതമസ്തി, ഒളിച്ചിരിപ്പുണ്ട്. കുത്ര? ഉപനിഷത് ഗ്രന്ഥേ. തേന അസ്മാകം ജീവനസ്യാപി ഉത്കർഷഃ ഭവതി. തേന ഏതാ? തൃതീയ വിഭക്തിയാണ്. അതിനാൽ തേന താഭ്യം, തേന താഭ്യം തൈഹി, ബാലേന ബാലാഭ്യം ബാലേഹി പോലെ. തേന അസ്മാകം ജീവനസ്യ, അസ്മാകം നമ്മുടെ ജീവനസ്യ, ജീവൻ്റെ ഷഷ്ടി ഏകവചനം, ജീവനസ്യ അപി ആൾസോ ഉത്കർഷഃ ഭവതി. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്കർഷ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ്, അഭിവൃദ്ധി, പ്രോഗ്രസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഉത്കർഷ, അപകർഷ. അപ്പോൾ ജീവനസ്യ അഭി ഉത്കർഷഃ ഭവതി. അത് വായിച്ചൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉത്കർഷം, ഒരു പ്രോഗ്രസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പാഠം അവസാനിച്ചു. നമുക്കിനി അതിൻ്റെ അടുത്ത പേജ് നമ്പർ 99 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അഥ പ്രദത്താനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. പൂർണ്ണവാക്യേന, റൈറ്റ് ഇൻ ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണം ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പുത്രിയാഹ ജിജ്ഞാസ കാ. പുത്രിയാഹ ഷഷ്ടി ഏകവചനമാണ്, പുത്രിയുടെ. പുത്രിയാഹ ജിജ്ഞാസ കാ, പുത്രിയുടെ ജിജ്ഞാസ എന്താണ്? അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം മാത്രം എഴുതും, ബാക്കി ഞാൻ പറയുകയുള്ളൂ. പുത്രാഹ ജിജ്ഞാസ കാ. പുത്രിയാഹ ജിജ്ഞാസ, പുത്ര്യാഹ ജിജ്ഞാസ സ്യാത് യതഃ യത് മനുഷ്യാः പ്രാണിനഃ कीटाः च कथं भूलोके आगताः. ഇതല്ലേ അതിൻ്റെ, അതായത് പ്രാണി കീടങ്ങൾ എല്ലാം എങ്ങനെയാണ് ഭൂലോകത്തിൽ വന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കസ്മാത് ആകാശസ്യ ഉത്പത്തിഃ അഭവത്. കസ്മാത് ആകാശസ്യ ഉത്പത്തിഃ അഭവത്, ഏതിൽ നിന്നാണ് ആകാശത്തിൻ്റെ ഉത്പത്തി ഉണ്ടായത്? ഏതിൽ നിന്നാണ്? ബ്രഹ്മണഃ അല്ലേ. അപ്പോൾ അതെങ്ങനെയും ബ്രഹ്മണഃ. ബാക്കി ക്വസ്റ്റ്യൻ, ആകാശസ്യ ഉത്പത്തിഃ അഭവത്. തേർഡ് ക്വസ്റ്റ്യൻ, അഗ്നേഹേ കസ്യ ഉത്പത്തിഃ അഭവത്. അഗ്നിയിൽ നിന്ന് കസ്യാരുടെ ഉത്പത്തി ഉണ്ടായി? അഗ്നേഹേ ജലസ്യ ഉത്പത്തിഃ അഭവത്. 4, പൃഥിവ്യാഹ കേഷാം ഉത്പത്തിഃ അഭവത്. പൃഥ്വിയിൽ നിന്ന് കേഷാം ആരുടെ ഉത്പത്തി ഉണ്ടായി? പൃഥിവ്യാഹ ഏതൊക്കെയാണ്? ഔഷധീനാം, സസ്യാനാം, വൃക്ഷാദീനാം ച ഉത്പത്തിഃ അഭവത്. അടുത്തത്, ആഹാരാത് കേ ഉത്പന്നാഹ. ആഹാരാത് കേ ഉത്പന്നാഹ. ആഹാരാത് കീടാഹ, പ്രാണിനഃ, മനുഷ്യാः च उत्पन्नाः
ഉത്പന്നാഹ. ആഹാരത്തിൽ നിന്ന് എന്തുണ്ടായി എന്നാണ്. എന്തൊക്കെയാണ് ഉണ്ടായത്? ആഹാരം എന്ന് നമ്മൾ സസ്യങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ. ആഹാര കീടാഹ പ്രാണിനഃ മനുഷ്യാഹ ച ഉത്പന്നാഹ. മാതാ കിം കിം പഠിതവതി. മാതാവ് എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്, വായിച്ചിരുന്നത്? മാതാ ആധുനികം രസായനശാസ്ത്രം ഉപനിഷത് ഗ്രന്ഥാൻ ച പഠിതവതി. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയി. അടുത്ത നെക്സ്റ്റ്, പാഠം പഠിത്വ റിക്തസ്ഥാനേഷു സമുചിതം പദം ലിഖന്തു. ഒന്നാമത്തെ, അമ്പ മമ കാജിത് ഡാഷ് അസ്തി. എന്താ? കാജിത് ജിജ്ഞാസ. ദീർഘമാണ് ജിജ്ഞാസ. പ്രഥമം ഡാഷ് ആകാശസ്യ ഉത്പത്തി അഭവത്. പ്രഥമം ആദ്യം എന്താണ് ആകാശത്തിൻ്റെ ഉത്പത്തി ആക്കിയത്? ബ്രഹ്മണഃ. 3 സാക്ഷാത് ഡാഷ് ഉത്പത്തിം വദതു. സാക്ഷാത് എന്താ പുത്രി ചോദിച്ചത്? മനുഷ്യാണാം, മനുഷ്യരുടെ. ഡാഷ് കീടാഹ പ്രാണിനഃ മനുഷ്യാഹ ഉത്പന്നാഹ ഖലു അമ്പ. അതിൽ നിന്നല്ല, ഏതിൽ നിന്നാണ് മനുഷ്യരും കീടങ്ങളും ഒക്കെ വന്നത്? ആഹാരാത്. അഹം ആധുനികം ഡാഷ് ച പഠിതവതി. അഹം ഏതൊക്കെയാണ് പഠിച്ചത് അമ്മ? രസായനശാസ്ത്രം, ഉപനിഷത് ഗ്രന്ഥാൻ ച പഠിതവതി. അസ്മാകം ഡാഷ് ജ്ഞാനം തേഷു ഏവ നിഹിതമസ്തി. അസ്മാകം എന്താണ്? ഭാരതസ്യ മൗലികം ജ്ഞാനം. ഭാരതസ്യ മൗലികമാണ് അവിടെ എഴുതേണ്ടുന്നത്. അടുത്ത പഞ്ചമി വിഭക്തിയുടെയാണ്. ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാര ശബ്ദത്തിൻ്റെ ആഹാരാത് പഞ്ചമി ഏകവചനം, ആഹാരാഭ്യാം ആഹാരേഭ്യഃ. സെക്കൻഡ് വന്നു മനുഷ്യ. എങ്ങനെ വരും? മനുഷ്യാത് മനുഷ്യാഭ്യാം, അത് മനുഷ്യേഭ്യഃ. മനുഷ്യാത് മനുഷ്യാഭ്യാം മനുഷ്യേഭ്യഃ. പിന്നെ വൃക്ഷ ആണെങ്കിൽ വൃക്ഷാത്ത് വൃക്ഷാഭ്യാം വൃക്ഷേഭ്യഃ. അതെല്ലാം, അതായത് പുല്ലിംഗം സ്ത്രീ നപുംസകലിംഗം ദ്വിതീയ വിഭക്തി കഴിഞ്ഞാൽ ഒരുപോലെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? പത്രം എന്നുള്ള വാക്ക് നപുംസകലിംഗമാണ്. അപ്പോൾ അതിൻ്റെ പഞ്ചമി വരുന്ന പത്രാത് പത്രാഭ്യാം പത്രേഭ്യഃ. വൃക്ഷ ശബ്ദം പുല്ലിംഗമാണ്, അതിൻ്റെ പഞ്ചമി വൃക്ഷ വൃക്ഷാഭ്യാം വൃക്ഷേഭ്യ, ഒരുപോലെയല്ലേ വന്നത്. അടുത്തത് അഗ്നേഹെ. അത് അഗ്നി ഇകാരാന്തമാണ്. അഗ്നേഹെ അഗ്നിഭ്യാം അഗ്നിഭ്യഃ. ഇകാരാന്തം വന്നപ്പോൾ പഞ്ചമി അങ്ങനെ വന്നു. അപ്പോൾ മുനി ശബ്ദം എങ്ങനെ വരും? മുനേഹെ മുനിഭ്യാം. മറ്റേതെങ്ങനെ? മുനിഭ്യഃ. അതുപോലെ എഴുതിയാൽ മതി. മുനേഹെ മുനിഭ്യം മുനിഭ്യഃ. അടുത്ത പേടിക. അത് സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗം ആകാരാന്തമാണ്. അപ്പോൾ പേടികായാഹ പേടികാഭ്യാം പേടികാഭ്യഃ. പിന്നെ ബാലികായാണെങ്കിലോ ബാലികായാഹ ബാലികാഭ്യാം ബാലികാഭ്യഃ. അതുപോലെയാണ്. പേടികായാഹ പേടികാഭ്യാം പേടികാഭ്യ. അതുപോലെ അടുത്ത നോക്കൂ, വാട്ടിക. അതുപോലെ വാട്ടികായും ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. വാട്ടികായാഹ വാട്ടികാഭ്യാം വാട്ടികാഭ്യഃ. അടുത്ത മാല. അതും ആകാരാന്ത സ്ത്രീലിംഗമാണ്. മാലായാഹ മാലാഭ്യാം മാലാഭ്യഃ. കൂപി. ഇനി ഈകാരാന്തമാണ്. നമ്മൾ നദീ ശബ്ദമൊക്കെ പഠിച്ചില്ലേ? അതുപോലെ ഈകാരാന്തം കൂപ്യാഹ കൂപീഭ്യാം കൂപീഭ്യഃ എന്നാണ്. അപ്പോൾ അതുപോലെ നദീ ശബ്ദം എങ്ങനെ വരും? അത് നദീ ശബ്ദം നദ്യാഹ നദീഭ്യാം നദീഭ്യഃ. നദ്യാഹ നദീഭ്യാം നദീഭ്യഃ. പിന്നെ അടുത്തത് നഗരി, നഗരം. അതും നദീ ശബ്ദം പോലെയാണ്. നഗര്യാഹ നഗരീഭ്യാം നഗരീഭ്യ. നഗര്യാഹ എങ്ങനെ എഴുതും? നഗര്യാഹ എന്നാണ്. നഗര്യാഹ. പിന്നെ അപ്പം ബാക്കി മറ്റതുപോലെ എങ്ങനെ എഴുതും? ഇപ്പം നദീഭ്യം വന്നതുപോലെ നഗരീഭ്യാം നഗരീഭ്യ. അത് എഴുതാറിയോ? അതുകൂടെ എഴുതരാം. നഗരീഭ്യാം നഗരീഭ്യഃ. അപ്പോൾ ഈ പഞ്ചമിയാണ്. ഇതുപോലെ നിങ്ങൾ വേറെ വാക്കുകൾ വേറെ പിന്നെ കുറേ വേർഡ്സ് എടുത്തിട്ട് നിങ്ങൾ എഴുതി നോക്കുക. പഞ്ചമി എങ്ങനെ വരും? അകാരാന്തവും ഇകാരാന്തവും ഒക്കെ വെച്ചിട്ട്. അപ്പം ഇപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ക്രമമൊക്കെ പറഞ്ഞു തന്നു. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും കൂടെ അടുത്ത ക്ലാസ്സിൽ തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.